സുകുമാർ അഴീക്കോടിന് ജന്മശതാബ്ദി. ഓർമ്മകൾ ഇന്നും കേരള മനസ്സിൽ. പ്രസംഗത്തിൻ്റെ എക്കാലത്തെയും കുലപതിമാരിൽ ഒരാളായ സുകുമാർ അഴീക്കോടിൻ്റെ ശബ്ദം മുഴങ്ങാത്ത, വാക്കുകൾ കടന്നെത്താത്ത സ്ഥലങ്ങളും പ്രദേശങ്ങളും കേരളത്തിലുണ്ടാകില്ല. ഒരു ദിവസം തന്നെ 3-4 പ്രസംഗങ്ങൾ വിവിധ വിഷയങ്ങളെ ആധാരമാക്കി അദ്ദേഹം നടത്തിയിരുന്നു. പറയാനുള്ളത് ഏറ്റവും ശക്തമായി പറയുകയും അത് സദസ്സിൽ അനുരണനം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ശൈലി. മിനുസമുള്ള വാക്കുകൾക്കൊപ്പം പരിക്കൻ പ്രയോഗങ്ങളും ചേർത്ത് ആക്ഷേപഹാസ്യത്തിൻ്റെ മേമ്പൊടിയുമായി അഴീക്കോട് വേദികളിൽ കത്തിക്കയറി. എഴുത്തിലും പ്രസംഗത്തിലും വാക്കിൻ്റെ പൊരുളറിഞ്ഞ് ബലമറിഞ്ഞ് അദ്ദേഹം പ്രസക്തമായി പ്രയോഗിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ വിമർശനത്തിൻ്റെ മൂർച്ചയാണ് പ്രത്യേകത. കാച്ചിക്കുറുക്കിയ വാക്കുകളുടെ ഘോഷയാത്ര. വിമർശനത്തിൻ്റെ ചൂടറിഞ്ഞവരിൽ കൂടുതലും രാഷ്ട്രീയ നേതാക്കൾ, സാമുദായിക നേതാക്കളെയും വിറപ്പിച്ചിട്ടുണ്ട്. 1926 മെയ് 12 കണ്ണൂരിലെ അഴീക്കോടായിരുന്നു ജനനം. ആയുർവേദമായിരുന്നു ഇഷ്ടപഠന വിഷയം. പിന്നെ മലയാളം അധ്യാപകനായി മാറി. സാംസ്കാരിക തലസ്ഥാനത്തോടായിരുന്നു പ്രിയം. താമസത്തിനായി ആദ്യം തിരഞ്ഞെടുത്തത് തൃശ്ശൂർ വിയ്യൂരും. പുഴയെ ഇഷ്ടപ്പെട്ട അഴീക്കോട് മണലിപ്പുഴയുടെ തീരത്ത് പുതിയ വീട് വച്ചു. ജീവിതാവസാനം വരെ എരവിമംഗലത്തെ പുഴയോരത്തുള്ള വീട്ടിലായിരുന്നു താമസം. ഭാരതീയ ദർശനങ്ങളെക്കുറിച്ച് അദ്ദേഹം എഴുതിയ തത്വമസിയാണ് വീടിൻ്റെ പേരായി തിരഞ്ഞെടുത്തത്. സത്യസന്ധമായ നിലപാടുകളായിരുന്നു പ്രത്യേകത. അധ്യാപകനായി കാലിക്കറ്റ് സർവകലാശാലയിലായിരുന്നു ഔദ്യോഗിക ജീവിതം ചെലവിട്ടത്. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായും കേരള സാഹിത്യ അക്കാദമി ഭാരവാഹിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 2012 ജനുവരി 24 സുകുമാർ അഴീക്കോടിൻ്റെ അന്ത്യം. അദ്ദേഹത്തിൻ്റെ വീട് പിന്നീട് സാംസ്കാരിക വകുപ്പ് ഏറ്റെടുത്ത് പഠന കേന്ദ്രമാക്കി മാറ്റി. 20-ാം വയസ്സിൽ മഹാത്മാഗാന്ധിയെ കണ്ടത് ജീവിതത്തിലെ വലിയ സന്തോഷങ്ങളിൽ ഒന്നായി അദ്ദേഹം കണ്ടു. ഗാന്ധിയനായ താൻ കോൺഗ്രസ്സുകാരനായി മരിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ തനിക്ക് മുമ്പേ കോൺഗ്രസ് മരിച്ചുപോയെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനം. പണ്ടുകാലത്ത് നാട് ഭരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നത് അഴീക്കോടിൻ്റെ വിമർശനങ്ങളെയായിരുന്നു. മലയാളത്തിലെ സമഗ്ര പഠന ഗ്രന്ഥങ്ങളിലൊന്നായ ആശാന്റെ സീതാകാവ്യം ഉൾപ്പെടെ ഒട്ടേറെ പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു. എഴുത്തച്ഛൻ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി ബഹുമതികൾ, വയലാർ അവാർഡ് തുടങ്ങി അഴീക്കോടിനെ ഒട്ടേറെ ആദരങ്ങൾ തേടി വന്നു. പ്രസംഗത്തിലെ ഗർജനം നിലച്ചെങ്കിലും അഴീക്കോടിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും അണയാതെ കേരള മനസ്സിലുണ്ട്.